എല്ലാ കൂട്ടുകാർക്കും കർക്കിടക ബലി ദിനാശംസകൾ. അപ്പോൾ ഞാനും ബലിയിടാനായിട്ട് പോവുകയാണ്. പോകുന്നതിന് മുൻപ് താണ്ട ഈ ഞങ്ങളുടെ അമ്പലം ഇവിടെ കയറി ഒന്ന് തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോഴാണ് വഴിയിൽ വെച്ച് സരള ചേച്ചിയെ കണ്ടത്. ചേച്ചി ഓരോ കമൻറ്റൊക്കെ പറഞ്ഞു ഓരോ വീഡിയോ ഇടുന്നതിൻ്റെ. അപ്പോൾ ഞാൻ അതുകൊണ്ട് പൂർവാധിക ശക്തിയിൽ അടുത്തൊരു വീഡിയോ ഇടാൻ പോവുകയാണ്. അപ്പോൾ അമ്പലം കാണിക്കാം. ഇതാണ് അമ്പലം. ഞങ്ങളുടെ വിഷ്ണു ലക്ഷ്മി ദേവി ഈ ഭഗവാൻ ഉള്ള അമ്പലമാണിത്. അവർ രണ്ടും ഒരേ പീഠത്തിൽ കൂടിയിരിക്കുന്ന അമ്പലം. അങ്ങനെ അമ്പലത്തിലേക്ക് കയറുകയാണ്. തൊഴുതിട്ട് വേണം എനിക്ക് ബലിയിടാൻ പോകേണ്ടുന്നത്. എല്ലാവരും ഈ വീഡിയോ കാണുക. അങ്ങനെ ഞാൻ ബലിയിടാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഓട്ടോ കിട്ടുന്നത്. എന്നാലേ അല്ലാതെ പിന്നെ സ്റ്റാൻഡിലേക്ക് പോകണമെങ്കിൽ പിന്നെയും കുറേ ദൂരം നടക്കണം. അങ്ങനെ ഇങ്ങനെ നടന്ന് വെളിയിൽ കുളങ്ങര എന്ന് പറയുന്നൊരു സ്ഥലത്ത് എത്തുമ്പം അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട്. അങ്ങനെ അവിടെ നിന്നാണ് പോകുന്നത്. നല്ല തെളിഞ്ഞ കാലാവസ്ഥയും നല്ല വെയിലും എല്ലാം ഉള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുമില്ല ബലിയിടാൻ പോകുന്നതിന്. ദാണ്ട് ഇവിടെയൊക്കെ വെള്ളക്കെട്ടാണ്. മഴയൊക്കെ പെയ്ത് ഈ വഴിയിലൊക്കെ നല്ല വെള്ളമെല്ലാം കെട്ടിക്കിടപ്പുണ്ട്. 2 ദിവസം കഴിഞ്ഞ് വെയിൽ കാണുമ്പോൾ ഇതെല്ലാം അങ്ങ് മാറും. ഇന്നലെ രാത്രിയിൽ നല്ല കനത്ത മഴ പെയ്തു. കർക്കിടക വാവുമായി ബന്ധപ്പെട്ട് മഴ പെയ്യാറുണ്ട് സ്വാഭാവികമായിട്ടും, എല്ലാ വർഷവും ഉള്ളതാണ്. അങ്ങനെ എനിക്കൊരു ഓട്ടോ കിട്ടി. ഇതൊരു സ്കൂളാണ്. അങ്ങനെ ഞാൻ ഓട്ടോയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് രസം. അങ്ങ് ചെല്ലുമ്പം നമ്മളെ അങ്ങോട്ട് കടത്തി വിടത്തില്ല. ഒരു കുറച്ച് സ്ഥലം ചെല്ലുമ്പം പിന്നെ സ്റ്റോപ്പാണ്. നമ്മളവിടെ ഇറങ്ങണം. പോലീസുകാരൊക്കെ നിൽപ്പുണ്ട്. നല്ല സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷനാണ് കൊടുക്കുന്നത്. മുണ്ടയ്ക്കൽ പാപനാശനം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് എൻ്റെ യാത്ര. അവിടെയാണ് കഴിഞ്ഞ കൊല്ലവും ഞാൻ ബലിയിട്ടത്. അങ്ങനെ അവിടെ വരെ നമ്മളെ ഇറക്കി വിട്ട് അങ്ങനെ പിന്നെ പോകാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഞാൻ നടന്ന് പിന്നെ കുറച്ചും കൂടെ നടക്കണം. അങ്ങനെ ഞാൻ നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു തിരക്ക്. കഴിഞ്ഞ കൊല്ലമൊന്നും ഇത്രയും തിരക്കില്ലായിരുന്നു. ഭയങ്കരമായ തിരക്ക്. വഴിയോരത്തെല്ലാം തോർത്ത് കച്ചവടം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. എല്ലാവരും അവരവരുടെ വീടിൻ്റെ മുമ്പിൽ കുറച്ച് തോർത്ത് വാങ്ങി വെച്ച് നിൽക്കുകയാണ്. ഇതാണ് കൊല്ലം തോട്. അതിൻ്റെ മുകളിലൂടെയുള്ളൊരു പാലമാണിത്. ഈ പാലം കടന്നാണ് ബസ്സും വണ്ടിയും കാറും എല്ലാം പോകുന്നത്. കൊല്ലം തോടൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാക്കി ഇട്ടിരിക്കുകയാണ്. എൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള വീടുകളെല്ലാം ഒഴിപ്പിച്ച് ഈ അമ്പലം കണ്ട ഇത് ഒരു പ്രശസ്തമായ ദേവീക്ഷേത്രമാണ്. ഇവിടെ തിലഹവനവും ബലിതർപ്പണത്തിനുള്ള പൂജ അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഈ കർക്കിടക വാവിൻ്റെ അന്ന് നല്ല വിശേഷ ദിവസമാണ്. അവിടെ എല്ലാ പൂജകളും ഒക്കെ നടത്തി കൊടുക്കും. അപ്പോൾ ഇത് കണ്ട തോർത്തിൻ്റെ കച്ചവടം വഴിയോരങ്ങളിലെല്ലാം നടക്കുന്ന കണ്ടാക്കോ. ഇവിടെ എത്തിയപ്പോൾ നല്ല ഒരു ക്ലൈമറ്റും ഒരു എന്തെന്നില്ലാത്ത ഒരു അനുഭവം. അത് കാരണം അവിടെ നിന്ന് ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു. ഇതൊരു അമ്പലം. കണ്ട് ഇത് കൊല്ലം തോട്. എന്ത് രസമാണെന്ന് നോക്കിയാണ്. അതിൻ്റെ സമീപത്തായിട്ട് നിൽക്കുന്ന തണലോര വൃക്ഷങ്ങളാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്. തോർത്തും കൊണ്ട് എല്ലാവരുടെയും ഒരു കച്ചവടമാണ് ബലിതർപ്പണത്തിൻ്റെ അന്ന്. ഒരു വരുമാന മാർഗമാണ്. നമ്മളും തോർത്ത് അവിടെ വഴിയിൽ കണ്ട ഒരാളിൻ്റെ കയ്യിൽ നിന്നാണ് ഞാനും ഒരു തോർത്ത് വാങ്ങിയത്. എൻ്റെ തോളിൽ കിടക്കുന്ന തോർത്ത് കണ്ട. അങ്ങനെ തോർത്തുമൊക്കെ വാങ്ങി ഞാനിങ്ങനെ മെല്ലെ പോവുകയാണ്. വഴിയിൽ വെച്ച് നമ്മുടെ സരള ചേച്ചിയെ കണ്ടപ്പോൾ ചേച്ചി ചോദിക്കുന്നു, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂന്ന്. ഞാൻ എന്ത് ചെയ്യാനാണ്, ഒറ്റയ്ക്ക് പോവാനേ ഇപ്പോൾ തൽക്കാലം മാർഗമുള്ളൂ. കണ്ടാ ബലിയിടാൻ പോകുന്ന വേറൊരു പാർട്ടി ഇതോ ഇല്ല, പട്ടി കുട്ടിയും കൊണ്ടാണ് ബലിയിടാൻ ചില ആളുകൾ പോയത്. അങ്ങനെ ഞാൻ അവിടെ എത്തി. ദാണ്ട നോക്കിയാണ് ഇത് അവിടെ ഓരോന്ന്. ഇത് കണ്ട ഈ പാവം മനുഷ്യൻ ഇവിടെ ഇരുന്ന് നല്ല ഭജനപ്പാട്ട് പാടുന്നുണ്ട്. കണ്ട ആ പുള്ളി വേറെ ഒന്നിലും ശ്രദ്ധിക്കുന്നില്ല. ഭജന പാടുന്നതിൽ മാത്രം ലയിച്ചിരുന്ന് പാടുകയാണ്. മണിക്കൂറുകളോളം എത്ര സമയമാണെന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും പൈസയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കൂപ്പൺ വാങ്ങാം. കണ്ടിത് അവിടെ ഒരു ഗുരു മന്ദിരമാണ് ഉള്ളത്. അതിൻ്റെ സമീപത്തായിട്ട് തിലഹവനവും ശ്രീനാരായണ അതിൻ്റെ മന്ദിരത്തിൻ്റെ വകയായിട്ടൊക്കെ തിലഹവനം അവിടെ ഇരുന്ന് നടത്തുന്നുണ്ട്. നമ്മൾ മരിച്ചു പോയവരുടെ പേരും നാളും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരുടനെ നടത്തി നമുക്ക് പ്രസാദം കയ്യിൽ തരും. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ഇപ്പുറത്തുനിന്ന് ഒരു കൂപ്പണും ഒക്കെ എടുത്ത് 30 രൂപ അവിടെ ഇരുന്ന് രജിസ്ട്രേഷൻ ഫീ നമ്മൾ ഇത് ചെയ്യുന്നതിന്. ഇത് തിലഹവനം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് രസീത് എഴുതി വാങ്ങിക്കാം. അപ്പോഴും തന്നെ കൊടുത്ത് തിലഹവനം നടത്തി പോരാം. ഒരു
ബുദ്ധിമുട്ടുമില്ല. എന്തെല്ലാം സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് അറിയാമോ? ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ചുക്ക് കാപ്പി വിതരണം. അത് തുമ്പറ എന്ന് പറയുന്ന സ്ഥലത്തെ ക്ലബ്ബ് അവരുടെ എല്ലാം കൂടെ ആളുകളുടെ എല്ലാം കഠിനമായ പ്രയത്നം കൊണ്ടാണ് ഈ ചുക്ക് കാപ്പി വിതരണം അവിടെ നടക്കുന്നത്. ഞാനിതെല്ലാം കണ്ട് അങ്ങോട്ട് പോവുകയാണ്. ബലിയിട്ട് കഴിഞ്ഞതിന് ശേഷം വന്ന് ഇവിടുന്ന് ഒരു ഗ്ലാസ് ഞാനും എടുത്ത് കുടിക്കും. കാരണം അവിടെ ഇരുന്ന് ആ ചൂടും അതുമെല്ലാം കഴിഞ്ഞ് അങ്ങ് ക്ഷീണിച്ചായിരിക്കും നമ്മൾ വരുന്നത്. അപ്പോൾ ഈ ചൂട് കാപ്പി കുടിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പനിയോ അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറും. ഇത് കണ്ട തുമ്പറ ശ്രീ മഹാദേവി ക്ഷേത്രത്തിൻ്റെ വകയായിട്ട് ഉള്ള ചുക്ക് കാപ്പി വിതരണമാണ്. ഒരുപാട് സംഘാടകർ അവിടെ നിന്ന് വിതരണം ചെയ്യുന്നു, ഒഴിച്ചു കൊടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. എന്തെല്ലാം സൗകര്യങ്ങളാണെന്ന് നോക്കിയേ, എന്തൊരാളെന്ന് നോക്കിയേ, ഒരു രക്ഷയില്ല. പല പല കൗണ്ടറുകൾ തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് അതിനൊന്നും ക്യൂ നിൽക്കേണ്ട. ഭയങ്കരമായ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. കസേരയെല്ലാം ഇട്ട് മേശപ്പുറത്താണ് ഈ ഇലയും സാധനങ്ങളും എല്ലാം ഇടാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. എനിക്കും എന്തായാലും അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് തന്നെ സീറ്റ് കിട്ടി. കുറച്ച് സമയം എടുത്തു. കാരണം ഇത് കൊണ്ടുവന്ന് ഈ വെള്ളം ഒഴിക്കുന്നതിനും ഇലയിടുന്നതിനും പൂവിടുന്നതിനും എല്ലാം ഉള്ള ആളുകൾ വളരെ സ്ലോ. ഇച്ചിരി പ്രായമൊക്കെയുള്ള ഒരു കഷ്ടം. അങ്ങോട്ടിട്ടാൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ടിട്ടാൽ ഇങ്ങോട്ട് പോകും എന്നുള്ള രീതിയിൽ ഒരു ചുണയും ഇല്ലാത്ത ആളുകൾ വെള്ളം ഒഴിക്കാൻ നിന്നാൽ എങ്ങനെയാണ്? 3-4 ചുണക്കുട്ടന്മാരെ നിർത്തിയിരുന്നെങ്കിൽ പെട്ടെന്ന് കാര്യം നടന്നേനെ. നമുക്ക് അവരെ ഒന്നും കുറ്റം പറയാനും പറ്റത്തില്ല. പാവം, അവരുടെയൊക്കെ ജോലിയല്ലേ അത്. നമുക്ക് അതുകൊണ്ട് സമാധാനത്തോടെയും ക്ഷമയോടെയും ഇരുന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ട് ഇരുന്ന് ഒരു കുറ്റവും പറയാതെ വേണം ഇരുന്ന് ഈ വാവു ബലി തർപ്പണം നടത്തിയിട്ട് വരാൻ എന്ന് സ്വാമി അവിടെ പ്രത്യേകം അനൗൺസ് ചെയ്യുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഞാൻ എൻ്റെ മനസ്സിനെ നല്ലതുപോലെ കൺട്രോൾ ചെയ്ത് പ്രാർത്ഥിച്ച് നല്ലതുപോലെ ആ സ്വാമി പറഞ്ഞ കണക്കെല്ലാം പറയാൻ പറ്റിയില്ല. കാര്യമെന്ന് വെച്ചാൽ സ്വാമി അങ്ങ് പ്രാർത്ഥിക്കും, നമ്മളെടുത്ത് ഓരോന്ന് ഇടുകയും ചെയ്യുകയും വേണം. സ്വാമി കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയല്ലായിരുന്നു. സ്വാമി പറയുമായിരുന്നു, ഞാനും കൂടെ കട്ടയ്ക്ക് പറഞ്ഞാണ് ഇതെല്ലാം ബലിതർപ്പണം നടത്തിയത്. ഇപ്രാവശ്യം ഈ അഭൂതപൂർവമായ തിരക്കുമെല്ലാം കാരണം ഈ സ്വാമി എന്നെ എല്ലാം പറഞ്ഞ് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് നമ്മളെല്ലാം കഴിഞ്ഞ് ഇവിടെ കൊണ്ടിട്ടപ്പം ഭയങ്കര തിരവെന്ന്. സത്യത്തിൽ എനിക്കിപ്പോൾ ഭയങ്കര പേടിയാണ് കടലിൻ്റെ സമീപത്ത് പോകാൻ ഈ മഴ സമയം കഴിഞ്ഞതിന് ശേഷം. കാരണം കൂറ്റൻ തിരകളാണ് വന്നടിക്കുന്നത്. പേടിയായിപ്പോയി. എൻ്റെ പാൻറ്റും എല്ലാം നനഞ്ഞ് കുഴഞ്ഞൊരു പരുവായി. ഏതാണ്ട് ഈ മുട്ടൻ തിരയാണ് വന്നങ്ങ് കയറുന്നത്. നിമിഷ നേരം കൊണ്ട് ഒരുപാട് സംഘാടകർ അവിടെ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ഇരുത്തിയിട്ടുണ്ട്. പോലീസ് ഓഫീസേഴ്സ് അതുപോലെ തന്നെ വേറെ സംഘാടകരും എല്ലാം, ലേഡീസ് ആൻഡ് മെൻ എല്ലാവരും അവിടെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് ഇത് കൊണ്ടിടുന്ന സമയത്ത് തന്നെ ഒരച്ഛൻ അവിടെ അങ്ങ് വീണുപോയി. കാരണം തിര അത്ര ഭയങ്കര ഫോഴ്സിലാണ് വരുന്നത്, അങ്ങ് കൊണ്ടുപോകും നമ്മളെ. അത് കാരണം നല്ല സെക്യൂരിറ്റിയാണ്, സെക്യൂറാണ്, എല്ലാവരെയും നോക്കുന്നുണ്ട്. പിടിച്ച് നമ്മളെ പെട്ടെന്ന് തന്നെ ഇത് ഇട്ടതിന് ശേഷം ഇനി കയറാനുള്ള ഞാനിത് ഇട്ടതിന് ശേഷം ഞാൻ 3 പ്രാവശ്യം വെള്ളം കുടഞ്ഞ് ഞാനും കാലുമെല്ലാം കഴുകി ഇഞ്ഞ് കയറി. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു, കുറേ സമയമെടുത്തു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബലിതർപ്പണം ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ടാറ്റ. എല്ലാവരും പോയി ബലിയിടാൻ ഉള്ള കൂട്ടുകാർ.